Hi മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഹിയർ ഇസ് എ man behind your success. It's me, ആഷിഖ് സർ. ജസ്റ്റ് ബ്ലാസ്റ്റ്. സോ മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആനുവൽ എക്സാമിന്, വാർഷിക പരീക്ഷയ്ക്ക് എൻ്റെ മക്കൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ചാപ്റ്ററാണ് ടുവേർഡ്സ് ഈക്വാലിറ്റി, തുല്യതയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ്. നമുക്കറിയാം, നമ്മൾ ഈ ചാപ്റ്ററിൽ എന്താണ് പഠിക്കുന്നത്? സോഷ്യൽ ഇനീക്വാലിറ്റി, സാമൂഹിക അസമത്വത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ദെൻ എന്താണ് എക്കണോമിക് ഇനീക്വാലിറ്റി, സാമ്പത്തിക അസമത്വത്തെക്കുറിച്ചും പഠിക്കുന്നുണ്ട്. ഓക്കെ, ഈ സാമ്പത്തിക അസമത്വവും സാമൂഹിക അസമത്വം ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്? കുറേ സ്കീമുകൾ കൊണ്ടുവരുന്നുണ്ട് അല്ലേ, കുറേ പദ്ധതികൾ കൊണ്ടുവന്നിട്ടില്ലേ? അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് പ്രതിഭാ തീരം. ഓക്കെ, നിങ്ങളൊക്കെ വലിയ പ്രതിഭകളാണല്ലോ. സോ പ്രതിഭാ തീരം ഗവൺമെൻറ് ആർക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ്? കുട്ടികൾക്ക് വേണ്ടിയാണ്. എഡ്യൂക്കേഷണൽ സപ്പോർട്ട് സ്കീമാണ് ബേസിക്കലി പ്രതിഭാ തീരം എന്ന് പറയുന്നത്. ഓക്കെ, വിദ്യാഭ്യാസ പിന്തുണാ പദ്ധതിയാണ് എന്ത്? പ്രതിഭാ തീരം. ഓക്കെ, പ്രതിഭകൾക്ക് പ്രത്യേക തരത്തിലുള്ള പിന്തുണ കൊടുക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക? ആലോചിച്ച് വെക്കുക. ഓക്കെ, സോ എല്ലാ കുട്ടികൾക്കും ആണോ? അല്ല, ഫോർ ചിൽഡ്രൻ ഫ്രം കോസ്റ്റൽ ഏരിയാസ് ആണ്. തീരദേശങ്ങളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കീം ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളത്. ആർക്കാണ്? തീരദേശങ്ങളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, നമുക്കറിയാം കോസ്റ്റൽ ഏരിയാസിലൊക്കെ എന്താണ് അവരുടെ സാമൂഹിക കുടുംബ സാഹചര്യം കൊണ്ടൊക്കെ പഠിക്കാനുള്ള ഇഷ്യൂസൊക്കെ അവർ ഫേസ് ചെയ്യുന്നുണ്ടാവും. സോ അവരെയാണ് ഗവൺമെൻറ് മെയിനായിട്ട് ഇതിൽ എയിം ചെയ്യുന്നത്. സോ ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെൻറ് പഠന അവസരങ്ങൾ മെച്ചപ്പെടുത്തുന്നു, ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ആരാണ്? യെസ്, കേരള സർക്കാരാണ്. ആരാണ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്? ഗവൺമെൻറ് ഓഫ് കേരള. കേരള സർക്കാരാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? പ്രതിഭാ തീരം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്കീം പഠിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു സർപ്രൈസ് തരാം. സൈലം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് തരുന്നുണ്ട്. എന്താണെന്നറിയോ? നിങ്ങൾ എൻ്റെ 5ാം ക്ലാസ്സിലെ മക്കൾക്ക് എന്താണ് സൈലത്തിൻ്റെ കിഡിലായിട്ടുള്ള പൃഥ്വി ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും അല്ലേ? സോ നിങ്ങൾക്ക് 6ാം ക്ലാസ്സിലേക്ക് ഇനി പോകാൻ പോകണം അല്ലേ? നിങ്ങളിപ്പോൾ ആനുവൽ എക്സാം ഒക്കെ കഴിഞ്ഞ് അടുത്ത വർഷം നിങ്ങൾ എന്താണ് കുറച്ചുകൂടി പ്രോ ആവുമ്പോൾ 6ാം ക്ലാസ്സിലേക്ക് എത്താൻ പോവാണ്. പിന്നെ നിങ്ങൾ എയിലെത്തും. എയിൽ നിങ്ങൾക്ക് USS എക്സാമിനേഷനൊക്കെ ഉണ്ടല്ലേ, സ്കോളർഷിപ്പ് എക്സാമിനേഷനൊക്കെ ഉണ്ട്. സോ ഈ 6ാം ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കിഡിലായിട്ടുള്ള ഒരു ബാച്ച് സൈലം തരുന്നുണ്ട്. അതേതാണ്? യെസ്, ക്ലാസ് 6ലുള്ള വജ്ര ബാച്ചാണ്. ഓക്കെ, ഈ വജ്ര ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് 6ാം ക്ലാസ് നിങ്ങൾ സെറ്റായിരിക്കും. ഓക്കെ, സോ ഈ വജ്ര ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത മക്കൾക്ക് 3 പ്ലാനുകളാണ് സൈലം പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ? നമ്മളിപ്പോൾ ഒരു ഐഫോൺ വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ബേസ് മോഡൽ ഐഫോൺ ഉണ്ടാവും, അതേപോലെ തന്നെ പ്രോ ഉണ്ടാവും, പ്രോ മാക്സ് ഒക്കെ ഉണ്ടാവില്ലേ? അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് 3 സ്കീമിലാണിപ്പോൾ സൈലം എന്ത് ചെയ്യുന്നത്? ബാച്ചുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് ബേസ് പ്ലാനാണ്. ബേസ് പ്ലാൻ എന്ന് വെച്ചാൽ സിംപ്ലി എന്താ മക്കളെ, നിങ്ങൾക്ക് അതിലെന്താണ് ലൈവ് റെക്കോർഡഡ് സെഷൻസ് ഒക്കെ കിടിലായിട്ട് കിട്ടും. പിന്നെ നിങ്ങൾക്ക് നോട്ട്സ് കിട്ടും, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ഉണ്ടാവും, ആപ്പിൽ നിങ്ങൾക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ടാവും, അതിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം, ടോപ്പിക്സ് വൈസ് ആയുള്ള എക്സാംസും ചാപ്റ്റർ വൈസ് ആയുള്ള എക്സാംസ്, അതേപോലെ തന്നെ എന്താണ് ടോട്ടൽ എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് അതിൽ കോൺഡക്ട് ചെയ്യും. റിവിഷനൊക്കെ സെറ്റ് ആയിരിക്കും. സോ ഇനി നിങ്ങൾക്ക് അതല്ലാത്ത വേറൊരു ബാച്ച് ഉണ്ട്. ഈ ബാച്ച് കുറച്ചുകൂടി പ്രോ ആയിട്ടുള്ള ബാച്ചാണ്. ഏതാണ്? ഇൻഫിനിറ്റി എന്ന് പറയുന്ന ബാച്ച്. ഓക്കെ, പ്രൈസിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. ഓക്കെ, ഈ ഇൻഫിനിറ്റി ബാച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന എക്സ്ട്രാ കാര്യങ്ങൾ, അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ എക്സ്ട്രാ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കിട്ടുന്നില്ലല്ലോ, അത് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഏതൊക്കെയാണ്? പേൾ എന്ന് പറയുന്ന സൈലത്തിൻ്റെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള പ്രീ റെക്കോർഡഡ് വീഡിയോസ് കിട്ടും. ഓക്കെ, വളരെ ഷോർട്ട് ടൈമിൽ, അതായത് 15 to 20 മിനിറ്റ്സ് മാത്രമുള്ള ഒരു ചാപ്റ്ററിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള പോർഷൻസ് ഒക്കെ കവർ ചെയ്യുന്ന കിഡിലായിട്ടുള്ള പ്രീമിയം റെക്കോർഡ് വീഡിയോസ് നിങ്ങൾക്ക് അതിൽ ആക്സസ് ചെയ്യാൻ പറ്റും. നേരെ എന്താണ് നിങ്ങൾക്ക് അപ്കമിങ് ബാച്ചസിലേക്കുള്ള ആക്സസ് കിട്ടും. എന്താണ് ഈ അപ്കമിങ് ബാച്ചസ് എന്ന് പറയുന്നത്? നിങ്ങൾക്കറിയാം റിവിഷൻ ബാച്ച് വരും, അങ്ങനെ ഒരുപാട് ബാച്ചുകൾ എന്ത് ചെയ്യും, നമുക്ക് ടൈം ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് വന്നുകൊണ്ടിരിക്കില്ലേ? ഈ ബാച്ചിലേക്കൊക്കെയുള്ള ആക്സസ് നിങ്ങൾക്ക് ഈ ഇൻഫിനിറ്റിയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കിട്ടും. ബേസ് പ്ലാനാണ് നിങ്ങൾക്ക് ഇത് കിട്ടത്തില്ല. ഓക്കെ, അതിന് നിങ്ങൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യേണ്ടി. പക്ഷേ നിങ്ങൾ ആദ്യം ഇൻഫിനിറ്റി എടുത്താലോ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അതിലേക്ക് പോകാൻ പറ്റും. അടുത്ത കാര്യം എന്ന് പറയുന്നത് എൻഡ് ഗെയിം റിവിഷൻ ബാച്ച്. ഈ റിവിഷൻ ബാച്ച് എവിടെ ഉണ്ടാവും? നമുക്കറിയാം എക്സാം എടുക്കുന്ന സമയത്ത് ലാസ്റ്റ് ടൈമിലൊക്കെ എന്തുണ്ടാവും? എൻഡ് ഗെയിം റിവിഷൻ ബാച്ച് ഉണ്ടാവും. ഈ റിവിഷൻ ബാച്ചിലേക്ക് ആക്സസും ഇൻഫിനിറ്റി എടുത്ത മക്കൾക്ക് കിട്ടും. ഓക്കെ, ഇനി അതുക്ക് മേലെ കുറച്ചുകൂടി നിങ്ങൾക്ക് കുറച്ചുകൂടി വേറെ ലെവലാകണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഇൻഫിനിറ്റി പ്രോ എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട്.
ഇതിൽ നമ്മൾ ബേസ് മോഡലിൽ പറഞ്ഞ എല്ലാ കാര്യവും കിട്ടും, പ്ലസ് ഇൻഫിനിറ്റിയിൽ പറഞ്ഞുള്ള കാര്യങ്ങളും കിട്ടും. എക്സ്ട്രാ ഒരു സംഭവം കൂടിയും കിട്ടും. എന്താണ്? ആക്സസ് ടു ഫാൽക്കൺ ഫൗണ്ടേഷൻ ബാച്ച്. നമുക്കറിയാം എന്താണ് നമ്മുടെ ലോകം, എന്താണ് കോമ്പറ്റീറ്റീവ് എക്സാമിൻ്റെ കാലമാണ്, എൻട്രൻസ് എക്സാമിൻ്റെയും അതേപോലെ തന്നെ മൊത്തത്തിൽ കോമ്പറ്റീറ്റീവ് ആണ് നമ്മുടെ വേൾഡ് അല്ലേ. സോ നിങ്ങളുടെ ഫ്യൂച്ചർ റെഡിയാക്കുന്ന കോമ്പറ്റീറ്റീവ് എക്സാമിനൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാതരം സ്കീമുകളും കോഴ്സുകളൊക്കെ കിടലായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ബേസ് സെറ്റാക്കി തരുന്ന ബാച്ചാണ് ഫാൽക്കൺ ബാച്ച്. സോ ഈ ഫാൽക്കൺ ബാച്ചിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജോയിൻ ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് അതിലേക്കുള്ള ആക്സസും നിങ്ങൾക്ക് ഇൻഫിനിറ്റി പ്രോയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കിട്ടും. ഓക്കെ ആണോ? സോ ഇത്രയാണ് ആ ഒരു സർപ്രൈസ് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമ്മുടെ അടുത്ത സ്കീമിലേക്ക് നോക്കാം. എന്താണ്? ഗോത്രബന്ധു എന്നുള്ളതാണ് സ്കീം. ഏതാണ്? ഗോത്രബന്ധു. അപ്പോൾ ഗോത്രം, ട്രൈബൽസുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഇല്ലേ? ആ വേർഡ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? അപ്പോൾ ആദിവാസി സമൂഹങ്ങളിൽ നിന്നുള്ള അധ്യാപകരെ നിയമിക്കാനാണ് ഈ ഒരു സ്കീം. ഓക്കെ, അപ്പോയിൻറ്റ്സ് ടീച്ചേഴ്സ് ഫ്രം ട്രൈബൽ കമ്മ്യൂണിറ്റീസ്. ആദിവാസി സമൂഹങ്ങളിൽ നിന്നുള്ള അധ്യാപകരെ എന്ത് ചെയ്യുന്നു? നിയമിക്കുന്നു. ഓക്കെ, സിമ്പിൾ. ഈ അധ്യാപകർക്ക് എന്ത് പ്രത്യേകത ഉണ്ട്? ഇവർക്ക് ആദിവാസി ഭാഷയും അറിയാം, നമ്മളൊക്കെ സംസാരിക്കുന്ന സ്റ്റാൻഡേർഡ് മലയാളം ഇല്ലേ, അതും അറിയാം. ഓക്കെ, ആദിവാസികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പോലെയുള്ള ടീച്ചേഴ്സാണ് പോകുന്നെങ്കിൽ ബുദ്ധിമുട്ടില്ല. കാരണം എന്താ? അവരുടെ ഭാഷ കുറച്ച് വ്യത്യസ്തമായിരിക്കില്ലേ. അപ്പോൾ ആദിവാസികൾക്ക് പഠിപ്പിക്കാൻ ആദിവാസികൾക്കിടയിൽ നിന്ന് തന്നെ ടീച്ചേഴ്സിന് എന്ത് ചെയ്യുക? അപ്പോയിൻറ്റ് ചെയ്യുക. അതാണ് ഈ സ്കീം. ഓക്കെ, അതോടുകൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഭാഷാ തടസ്സങ്ങൾ, ലാംഗ്വേജ് ബാരിയേഴ്സൊക്കെ പരിഹരിക്കാം, സോൾവ് ചെയ്യാം. ഓക്കെ, സോ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രൈബൽ സ്റ്റുഡൻസിൻ്റെ ഡ്രോപ്പ് ഔട്ട്, സ്കൂളിൽ നിന്ന് കൊഴിഞ്ഞു പോക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാനും പറ്റും. ഇത് നടപ്പിലാക്കുന്ന ആരാണ്? ഗവൺമെൻറ് ഓഫ് കേരള സർക്കാരാണ് നടപ്പിലാക്കുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് സ്കീമുകളും. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ബാച്ചിൻ്റെ കാര്യം മക്കൾ ഓർമ്മയിൽ വെക്കുക. താങ്ക് യു സോ മച്ച്. യുവർ സെഷൻ ഈസ് ഓവർ, ബട്ട് ദ റോർ ഓഫ് ലേണിംഗ് നെവർ എൻഡ്സ്. ദിസ് ഈസ് യുവർ മാൻ ആഷിഖ് സർ, ജസ്റ്റ് സൈനിങ് ഓഫ്. താങ്ക് യു, ബൈ.